MSM ട്രസ്റ്റ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 31 നടക്കും. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് MSM ട്രസ്റ്റ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. കായംകുളം മുൻസിഫ് കോടതി നിയോഗിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ മേൽനോട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി PA ഹിലാൽ ബാബു സാഹിബിന്റെ നേതൃത്വത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു. സ്ഥാപനത്തിന്റെ സ്ഥാപകനായ അൽഹാജ് PK കുഞ്ഞു സാഹിബിന്റെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥനകൾ നടത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിനായി എത്തിയത്. അംഗീകൃത വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് നടക്കുക. വോട്ടർ പട്ടികയും തിരിച്ചറിയൽ രേഖകളും ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും കൃത്യമായ നിയമവ്യവസ്ഥകൾ പാലിച്ചാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. MSM ട്രസ്റ്റ് എക്സിക്യൂട്ടീവിൻ്റെ തെരഞ്ഞെടുപ്പ് ഈ മാസം ആഗസ്റ്റ് 31 നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തെരഞ്ഞെടുപ്പ് കായംകുളം മുൻസിഫ് കോർട്ട് നിയോഗിച്ച റിട്ടേണിംഗ് ഓഫീസർ ശ്രീ രമണൻപിള്ള വക്കീലിൻ്റെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ നൽകുന്നതിനായി ഞങ്ങൾ PA ഹിലാൽ ബാബു സാഹിബിൻ്റെ നേതൃത്വത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളടക്കം ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ MSM സ്ഥാപനത്തിൻ്റെയും സ്ഥാപകനായ അൽഹാജ് PK കുഞ്ഞു സാഹിബിൻ്റെ ഖബറിടം സന്ദർശിക്കുകയും പ്രാർത്ഥന നടത്തുകയും ദുആ ചെയ്യുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ നോമിനേഷൻ സമർപ്പിക്കുകയുണ്ടായി. ഈ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ MSM ട്രസ്റ്റിന് ഒരു വോട്ടർ പട്ടിക ഉണ്ട്. ആ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രഹസ്യ ബാലറ്റിലൂടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ പരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ കോടതി ഇടപെട്ടതുകൊണ്ട് നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. എന്നാൽ ഈ അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങളെല്ലാം കൂട്ടി വായിച്ചാൽ പല തരത്തിലുള്ള വാർത്തകളാണ് അനൗദ്യോഗികമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാരോട് വോട്ട് ചോദിക്കും, ജനാധിപത്യപരമായി അവർക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം. പക്ഷേ ആ വോട്ടർ പട്ടികയിൽ മരിച്ചവരും ഉണ്ടാകാം. ആ മരിച്ചവരെ ജീവിപ്പിച്ച് കൊണ്ടുവന്ന് ആധാർ കാർഡൊക്കെ ഉണ്ടാക്കി സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ച് ജയിക്കാമെന്ന് ആരും കരുതരുത്. അവരുടെ ശിഷ്ടകാലം ജയിൽവാസമായിരിക്കുമെന്ന് ഞാൻ സാന്ദർഭികമായി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹവും ലക്ഷ്യവും. എല്ലാം നല്ലതുപോലെ നടക്കട്ടെ, പ്രകാശം പരക്കട്ടെ. സമാധാനപരവും സുതാര്യവും ജനാധിപത്യപരവുമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നതായും അബീസ് P. സൈഫ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.